മറയേണ്ടതോർത്ത് ചന്ദ്രനക്ഷത്രാദികൾ വിതുമ്പുമ്പോൾ മാറ്റമില്ലാതെങ്ങും വിരാജിക്കും ദൈവമേ, അങ്ങയെ വാഴ്ത്തുന്നു ഞങ്ങൾ. ഉദിച്ചെങ്ങും പ്രഭതൂകും പാരിലെ സൂര്യരശ്മിയേക്കാൾ പ്രശോഭിച്ചെന്നും പ്രസാദമേകുന്ന ദൈവമേ, അങ്ങേ മഹിമാവെത്ര മനോജ്ഞം. മിശിഹായ സ്നേഹമുള്ള സഹോദരി സഹോദരങ്ങളെ, പ്രഭാത വിരുന്നിലേക്ക് ലോകമെമ്പാടുമുള്ള എല്ലാ പ്രേക്ഷകരെയും സ്വാഗതം ചെയ്യുന്നു. സ്നേഹത്തോടെ കർത്താവിൻ്റെ വചനം കേൾക്കാൻ ഈ പ്രഭാതത്തിൽ നമ്മെ അനുഗ്രഹിക്കുന്നതിനായിട്ട്, പ്രത്യേകിച്ച് ഈ പ്രാർത്ഥനാ ശുശ്രൂഷയിൽ നമ്മെ അനുഗ്രഹിക്കാനായി ഈശോയോട് ചേർന്ന് നിൽക്കുന്ന പരിശുദ്ധ അമ്മ, ആ അമ്മയാണ് നമ്മുടെ മധ്യസ്ഥൻ. പ്രത്യേകിച്ച് ആ അമ്മയുടെ കൃപാകടാക്ഷത്താൽ നിറയാൻ നമുക്ക് ഈ പ്രഭാതം സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം യാചിക്കാം. പ്രത്യേകിച്ച് ആകുല ചിത്തരായിരിക്കുന്ന എല്ലാവരെയും, ഈ പ്രഭാതത്തിൽ തന്നെ ആകുല ചിത്തരായവർ വളരെയധികം ഉണ്ട്. അവരെല്ലാം ഓർത്ത് അവർക്ക് വേണ്ടി, നിങ്ങൾ ആരെങ്കിലും ആകുല ചിത്തരാണെങ്കിൽ നിങ്ങൾ നിങ്ങൾക്ക് വേണ്ടിയും മറ്റുള്ളവർക്ക് വേണ്ടിയും പരിശുദ്ധ അമ്മയുടെ അടുക്കൽ മാധ്യസ്ഥം യാചിച്ച് പ്രാർത്ഥിക്കുക. നമുക്കൊന്നു ചേർന്ന് പ്രാർത്ഥിക്കാം. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ, സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ഉദരത്തിൽ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. ആമേ. ഇന്നത്തെ വചനം നമ്മോട് പറയുക വളരെ വ്യക്തമായിട്ടാണ്, വ്യക്തമായിട്ടാണ് വചനം സംസാരിക്കുക. വചനം ശ്രവിക്കാനായിട്ട് നമുക്ക് ശ്രദ്ധയുള്ളവരാവാം. ഇന്നത്തെ ഈ വചനം നമ്മൾ ശ്രവിക്കുമ്പോൾ വചനത്തോട് ചേർന്ന് നമുക്കും പ്രാർത്ഥിക്കാം. പ്രത്യേകിച്ച് നാം എല്ലാം ജാഗരൂകരായിരിക്കേണ്ടവരാണ്. പലപ്പോഴും ശ്രദ്ധക്കുറവ് നമുക്കുണ്ട്. ശ്രദ്ധയോടെ ആയിരിക്കുന്ന വ്യക്തികളായിത്തീരാൻ എല്ലാവരെയും, ആരെല്ലാം അശ്രദ്ധമായിട്ട് ജീവിക്കുന്നോ, ജാഗരൂകരല്ലാതിരിക്കുന്നുവോ, അവരെല്ലാം ഓർത്ത് അവർക്ക് വേണ്ടി നമുക്ക് പ്രത്യേകമായിട്ട് ഇന്നത്തെ ദിവസം പ്രാർത്ഥിക്കാം. പരിമളത്തിനുറവയാം നറുസൗരഭ്യമാകട്ടെ ഞങ്ങളുമീ മണ്ണിൽ. വിശുദ്ധ മത്തായി അറിയിച്ച സുവിശേഷം അധ്യായം 24 തിരുവചനം 37 മുതൽ 44 വരെ. നോഹയുടെ ദിവസങ്ങൾ പോലെ ആയിരിക്കും മനുഷ്യപുത്രൻ്റെ ആഗമനം. ജലപ്രളയത്തിന് മുമ്പുള്ള ദിവസങ്ങളിൽ നോഹ പേടകത്തിൽ പ്രവേശിച്ച ദിവസം വരെ അവർ തിന്നും കുടിച്ചും വിവാഹം ചെയ്തു കൊടുത്തും കഴിഞ്ഞു പോന്നു. ജലപ്രളയം വന്ന് സംഹരിക്കുന്നതുവരെ അവർ അറിഞ്ഞില്ല. ഇപ്രകാരം തന്നെയായിരിക്കും മനുഷ്യപുത്രൻ്റെ ആഗമനവും. അപ്പോൾ 2 പേർ വയലിലായിരിക്കും, ഒരാൾ എടുക്കപ്പെടും, മറ്റേയാൾ അവശേഷിക്കും. 2 സ്ത്രീകൾ തിരികല്ലിൽ പൊടിച്ചുകൊണ്ടിരിക്കും, ഒരുവൾ എടുക്കപ്പെടും, മറ്റവൾ അവശേഷിക്കും. നിങ്ങൾ കർത്താവ് ഏതു ദിവസം വരുമെന്ന് അറിയാത്തത് കൊണ്ട് നിങ്ങൾ ജാഗരൂകരായിരിക്കുവിൻ. കള്ളൻ രാത്രിയിൽ ഏതു സമയത്താണ് വരുന്നതെന്ന് ഗൃഹനാഥൻ അറിഞ്ഞിരുന്നെങ്കിൽ അവൻ ഉണർന്നിരിക്കുകയും തൻ്റെ ഭവനം കവർച്ച ചെയ്യാൻ ഇട കൊടുക്കാതിരിക്കുകയും ചെയ്യുമായിരുന്നു എന്ന് നിങ്ങൾ അറിയുന്നു. അതിനാൽ നിങ്ങളും തയ്യാറായിരിക്കണം. നിങ്ങൾ പ്രതീക്ഷിക്കാത്ത മണിക്കൂറിലായിരിക്കും മനുഷ്യപുത്രൻ വരുന്നത്. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. കർത്താവ് ഇന്ന് ഈ വചനത്തിലൂടെ നമ്മോട് വ്യക്തമായി പറയുന്ന ഒരു വചനം തന്നെയാണ് ജാഗരൂകരായിരിക്കുവിൻ. മർക്കോസിൻ്റെ സുവിശേഷത്തിൽ 13-ാം അധ്യായം
23-ാമത്തെ വചനവും ഇത് തന്നെയാണ് നമ്മോട് പറയുന്നത്. എന്നിട്ട് വീണ്ടും പറയുന്നുണ്ട് 13-ാം അധ്യായത്തിൽ 7-ാമത്തെ വചനം, നിങ്ങൾ അസ്വസ്ഥരാകരുത്. അസ്വസ്ഥരാകരുത് എന്ന് പറഞ്ഞിട്ട് വീണ്ടും പറയുകയാണ്, നിങ്ങൾ ജാഗരൂകരായിരിക്കുവിൻ. എന്നിട്ട് അവസാനം പറയുകയാണ്, ഞാനിത് പറയുന്നത് എല്ലാവരോടുമായിട്ടാണ്. അപ്പം നമ്മൾ വിചാരിക്കും ഇത് ക്രിസ്ത്യാനികൾക്ക് വേണ്ടിയുള്ളതാണ്, ക്രിസ്തുവിനെ അനുകരിക്കുന്നവർക്ക് വേണ്ടിയാണ്. അല്ല, ക്രിസ്തു സംസാരിച്ചത് ക്രിസ്തുവിനെ അനുകരിക്കുന്നവരോടല്ല, ക്രിസ്തുവിൻ്റെ അടുക്കിലേക്ക് വന്നവരോടാണ്. അല്ലെ, ക്രിസ്തുവിൻ്റെ വചനം കേൾക്കാനായിട്ട് കടന്നു വന്നവരോടാണ് ഈശോ സംസാരിച്ചത്. അവിടെ ക്രിസ്തുവിനെ അനുകരിക്കുന്നവർ മാത്രമല്ല യേശുവിനെ കേട്ടത്. യേശുവിനെ കേട്ടത് നാനാതുറയിലുള്ള വിവിധ മതസ്ഥരെന്ന് വേണമെങ്കിൽ പറയാം, അല്ലെങ്കിൽ വിശ്വാസമുള്ളവരെന്ന് വേണമെങ്കിൽ പറയാം, വിശ്വാസമില്ലാത്തവരും, ദൈവത്തിൽ പോലും വിശ്വാസമില്ലാത്തവർ, ദൈവത്തെ പോലും അറിയാത്തവർ, അല്ലെങ്കിൽ അങ്ങനെ ഒരു വിശ്വാസമോ അല്ലെങ്കിൽ ഒരു തത്വചിന്തയോ ഒന്നും ഇല്ലാത്തവർ, സാധാരണക്കാരും പാവപ്പെട്ടവരും പണക്കാരും വിദ്യാസമ്പന്നരും വിദ്യാഹീനരും, അങ്ങനെ പല മേഖലകളിൽപ്പെട്ട വ്യക്തികളാണ് അവിടെ കടന്നു വന്നത്. അവരോടാണ് ഈശോ സംസാരിക്കുന്നത്. അപ്പോൾ പലപ്പോഴും നമ്മൾ ചിന്തിക്കും ഇത് ഞങ്ങളോട് മാത്രമായിട്ടാണ്, ക്രിസ്ത്യാനികളോട് മാത്രമായിട്ടാണ് ക്രിസ്തു സംസാരിക്കുന്നത്. ഒരിക്കലുമല്ല. ക്രിസ്തു ക്രിസ്ത്യാനികളോട് ഇതുവരെ സംസാരിച്ചിട്ടില്ല. കാരണം അന്ന് ക്രിസ്ത്യാനികൾ എന്ന് പറയാൻ ആരുമില്ല. ക്രിസ്തുവിനെ അനുഗമിച്ചിരുന്നവരെല്ലാം ക്രിസ്ത്യാനികളായിരുന്നില്ല, പല വിഭാഗത്തിൽപ്പെട്ടവരാണ്. അപ്പം അവരോടെല്ലാവരോടുമായിട്ടാണ്. അതുകൊണ്ടാണ് ഈശോ വ്യക്തമായിട്ട് പറയുന്നത്, ഞാനിത് പറയുന്നത് എല്ലാവരോടുമായിട്ടാണ്. പിന്നെ ഈ പ്രഭാതത്തിൽ എന്നെ കേൾക്കുന്ന, എവിടെയെല്ലാം വരുന്നു കേൾക്കുന്നുവോ, ആരെല്ലാം കേൾക്കുന്നുവോ അവരെല്ലാം ഓർക്കുക, ഇതെന്നോടാണ് ക്രിസ്തു പറയുന്നത്, ജാഗരൂകരായിരിക്കുവിൻ. കാരണം സമയം നമ്മൾ ആഗ്രഹിക്കുന്നതിനേക്കാൾ അപ്പുറമാണ് നമ്മുടെ ജീവിതത്തിൽ ദൈവം നമുക്ക് നൽകുന്നതും നൽകിക്കൊണ്ടിരിക്കുന്നതും നമ്മിൽ നിന്ന് കടന്നു പോകുന്നതും. നാം പോലും അറിയുന്നില്ല എത്ര നിമിഷങ്ങളാണ് നമ്മുടെ ജീവിതത്തിലൂടെ കടന്നു പോയത് എന്ന്. ഇന്നീ പ്രഭാതത്തിൽ തന്നെ എത്രയോ നിമിഷങ്ങൾ, വിലപ്പെട്ട നിമിഷങ്ങൾ കടന്നു പോയി കഴിയും. പക്ഷെ നമ്മളൊരിക്കലും അതിനെക്കുറിച്ച് ആകുലരാകാറില്ല. ഇനി കടന്നു വരുന്ന നിമിഷങ്ങളെക്കുറിച്ച് പോലും നമ്മൾ ആകുലചിത്തരല്ല. അതുകൊണ്ടാണ് ഈശോ നമ്മോട് പറയുക, നിങ്ങൾ ജാഗരൂകരായിരിക്കുക. ആകുലചിത്തരായിരിക്കുക എന്നതിനേക്കാൾ ഉപരിയായി ജാഗരൂകരായിരിക്കുക, അസ്വസ്ഥരാകരുത്. എന്നിട്ട് കർത്താവ് വീണ്ടും നാം കേട്ട വചനത്തിൻ്റെ അവസാന ഭാഗത്ത് വീണ്ടും ഈശോ 10 കന്യകളുടെ ഉപമ പറയുന്നുണ്ട്. അവിടെയും ഈശോ പറയുന്നത് ഒരു കാര്യമുണ്ട്, വ്യക്തമായിട്ട് പറയുന്നുണ്ട്. അവിടെയും അവർ വേണ്ട വിധത്തിൽ അവർ കടന്നു വരുന്നില്ല. 5 പേര് വിളക്കിൽ എണ്ണയെടുത്തു, 5 പേര് വിളക്കിൽ എണ്ണയെടുത്തില്ല. അവർ ജാഗ്രത പാലിച്ചില്ല. അതുകൊണ്ടാണ് ഈശോ പറയുക, അതുകൊണ്ട് ജാഗരൂകരായിരിക്കും. ആ ദിവസമോ മണിക്കൂറോ നിങ്ങൾ അറിയുന്നില്ല. പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ പല ദിവസങ്ങളോ മണിക്കൂറുകളോ നമ്മൾ പോലും അറിയാതെ കടന്നു പോകുന്നില്ല. എന്നിട്ട് പിന്നീട് ചിന്തിക്കും, ആ ദിവസം കടന്നുപോയി, എനിക്കൊരു ദിവസം കൂടെ കിട്ടിയിരുന്നെങ്കിൽ പല കാര്യങ്ങളും ചെയ്തു തീർക്കാമായിരുന്നു എന്നൊക്കെ നമ്മൾ പറയും. പക്ഷേ നമ്മുടെ ജീവിതത്തിൽ ഈശോ ഇന്ന് ആവശ്യപ്പെടുന്നത് എന്താണ്? നാം എന്തിനെക്കുറിച്ചെങ്കിലും ജാഗരൂകരാകാറുണ്ട്. ഈ കാലഘട്ടത്തിൽ മാതാപിതാക്കൾ ജാഗരൂകരാകേണ്ട ഒരു സമയമാണ്. ആരെക്കുറിച്ചാണ്? മക്കളെക്കുറിച്ച്. കാരണം മക്കൾ ഏതെല്ലാം വഴിയിലൂടെയാണ് കടന്നു പോകുന്നത് എന്ന് അവർ പോലും അറിയുന്നില്ല. ഈ ദിവസങ്ങളിലൊക്കെ നമ്മൾ പത്രത്തിലൊക്കെ വായിക്കുന്നില്ലേ, എത്രയോ മക്കളാണ് ചില കളികൾ, വെറും കളികളാണെന്നാണ് പറയുന്നത്, മൊബൈൽ ഫോണിലൊക്കെ കളിക്കുന്നവർ. ആ കളിക്കുകയല്ലേ, കുഴപ്പമില്ലേ, കളിച്ച് അവൻ എവിടെ എത്തിച്ചേരുന്നത് കേട്ട് കഴിയുമ്പോൾ നമുക്ക് വളരെയധികം വേദനാജനകം. ഈ പ്രഭാതത്തിൽ ഞാനിത് പറയുമ്പോൾ നിങ്ങൾ ഓർക്ക് എന്തുകൊണ്ടാണ് അച്ഛൻ ഇത് പറയുന്നത്? ഇത് പറഞ്ഞേ പറ്റുള്ളൂ. കയറി കളിക്കുകയാണ്, എന്നിട്ടോ അവനോട് പറയുകയാണ്. അവനോട് പറയുന്നത് ആ നിർദ്ദേശങ്ങൾ അതനുസരിച്ച് ചെയ്യുന്ന മക്കൾ. ആര് പറയുന്ന അനുസരിച്ച്? ഏതോ പിശാച് മൊബൈൽ ഫോണിലൂടെ കാണിച്ചു കൊടുക്കും, പൊക്കോ, നീ ഇതിലേ പൊക്കോ, ഇനി നീ ട്രെയിനിലേക്ക് ചാടി കയറിക്കോ,
അല്ലെ നീ ട്രെയിനിൽ ചാടി ഇറങ്ങിക്കൂ, ഒന്നും സംഭവിക്കില്ല, നീ വേറൊരു ലോകത്തിലേക്ക് എത്തും. വലിയ സന്തോഷമായി. അവൻ വേറെ ലോകത്തിലേക്ക് എത്താൻ ട്രെയിനിനെടുത്ത് ചാടി. അവൻ്റെ കഥ കഴിഞ്ഞില്ലേ? അവനെക്കുറിച്ച് ദുഃഖിക്കുന്ന മാതാപിതാക്കൾ ദുഃഖിച്ചിട്ട് കാര്യമൊന്നുമില്ല. കാരണം നിങ്ങൾ നിയന്ത്രിക്കേണ്ട സമയത്ത് നിയന്ത്രിക്കാതെ, നിങ്ങൾ ജാഗരൂകരാകാതെ, മക്കളെക്കുറിച്ച് യാതൊരു ബോധ്യവുമില്ലാതെ ജീവിക്കുമ്പോൾ ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരും. നമ്മൾ തന്നെ വരുത്തി വയ്ക്കുന്നതല്ലേ. അതുകൊണ്ട് ഈ പ്രഭാതത്തിൽ ഓർക്കുക, അനുദിന ജീവിതം കർത്താവ് നൽകുന്നതാണ്. കർത്താവ് പറയുന്ന നിർദ്ദേശങ്ങൾക്ക് അനുസരിച്ച് മുന്നോട്ട് പോവുക. അല്ലാതെ കമ്പ്യൂട്ടർ പറയുന്ന, അല്ലെ മൊബൈൽ പറയുന്ന, അല്ല അതിൽ ചില കളിക്കൂട്ടങ്ങൾ പറയുന്ന ആപ്ലിക്കേഷൻസ്, വലിയ ആപ്ലിക്കേഷൻസാണ്, നല്ലതൊന്നും ഉപയോഗിക്കുകയൊന്നുമില്ല, ഇങ്ങനെയുള്ള കാര്യങ്ങൾ മാത്രമേ ഉപയോഗിക്കുള്ളൂ. ഇങ്ങനെ പറയുന്ന അവയുടെ നിർദ്ദേശങ്ങളനുസരിച്ച് ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ എത്ര പേരാണുള്ളത്? ആരെങ്കിലൊക്കെ എന്തെങ്കിലുമൊക്കെ വിളിച്ചു പറയും, അതിൻ്റെ പുറകെ പോകും, എന്നിട്ട് ജീവൻ അവസാനിപ്പിക്കും, അല്ലെ നശിപ്പിക്കും. ഇതല്ലേ ഈ കാലഘട്ടത്തിൻ്റെ തിന്മ എന്ന് പറയുന്നത്. അതിന് കർത്താവ് വീണ്ടും വീണ്ടും പറയുകയാണ്, ജാഗരൂകരായിരിക്കുക. ജീവിതത്തിൽ ജാഗരൂകരാകാതെ മുന്നോട്ട് പോകാൻ സാധിക്കില്ല. മക്കളുടെ കാര്യത്തിൽ മാതാപിതാക്കൾ ജാഗരൂകരാകേണ്ട സമയം കഴിഞ്ഞു. ഇനി മാതാപിതാക്കളുടെ കാര്യത്തിൽ എടുത്തു നോക്കി. ചില മക്കൾ, പ്രായമായ മക്കൾ മാതാപിതാക്കൾ എങ്ങനെയാണ് അവരെ കണക്കാക്കുന്നത്? അതും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. നിങ്ങൾ ചെയ്യേണ്ട കാര്യം ചെയ്യണം മക്കൾ. അല്ല, മാതാപിതാക്കൾ ഞങ്ങൾക്കൊണ്ട് ചെയ്തിട്ടില്ല, ഞങ്ങൾക്ക് വേണ്ടത് തന്നിട്ടില്ല, ഞങ്ങളെ പരിഗണിച്ചിട്ടില്ല, അതുകൊണ്ട് ഞങ്ങൾ ഇങ്ങനെ പെരുമാറും എന്ന് പറഞ്ഞ് മാതാപിതാക്കളെ വേദനിപ്പിക്കുന്നവരുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾ ഓർക്കുക, നിങ്ങളെ തന്നെയാണ് വേദനിപ്പിക്കുന്നത്. നിങ്ങൾക്ക് തന്നെ ശാപം വരുത്തി വയ്ക്കുക. അപ്പം അതുകൊണ്ട് മാതാപിതാക്കളോട് ക്ഷമിച്ച് അവരോട് പുറത്ത് ഈ പ്രഭാതത്തിൽ അവരെ സംരക്ഷിക്കേണ്ട കടമ എൻ്റേതാണെന്നുള്ള ബോധ്യത്തിൽ അവരെ കാത്ത് സംരക്ഷിക്കുക മാത്രമല്ല, അവർക്ക് വേണ്ടതെല്ലാം ചെയ്തു കൊടുക്കാനായിട്ടും കൂടി ജാഗരൂകരായിരിക്കുക. അപ്പോൾ നമുക്ക് അതിനെല്ലാം സാധിക്കണമെങ്കിൽ ഈ പ്രഭാതത്തിൽ ദൈവത്തോട് ചേർന്ന് നിൽക്കാൻ സാധിക്കണം, വചനത്തോട് ചേർന്ന് നിൽക്കാൻ സാധിക്കണം, പരിശുദ്ധ അമ്മയോട് ചേർന്ന് നിൽക്കാൻ സാധിക്കണം. അപ്പോൾ മാത്രമാണ് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ജാഗരൂകരായിരിക്കാൻ സാധിക്കൂ. അപ്പോൾ ദൈവത്തോട് ചേർന്ന് നിൽക്കുമ്പോൾ ഈശോ നമ്മോട് ഓരോ കാര്യങ്ങൾ പറയും. ഈശോ പറയുന്ന കാര്യങ്ങൾ ചെയ്യുമ്പോൾ തീർച്ചയായും ഈ പ്രഭാതം മാത്രമല്ല, ഈ ദിവസം മുഴുവനും നന്മയുടേതായി മാറും, അനുഗ്രഹപ്രദമായി മാറും. അതിനായിട്ട് ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. യാക്കോബ് ശ്ലീഹ തൻ്റെ ലേഖനത്തിൽ 4-ാമത്തെ അധ്യായത്തിൽ പറയുന്നുണ്ട്, 6 മുതൽ 10 വരെയുള്ള വചനത്തിൽ, കൃപാവരം ചൊരിയും, ദൈവത്തിന് വിധേയരായിരിക്കുവിൻ, ചേർന്ന് നിൽക്കുവിൻ, നിങ്ങളുടെ ഹൃദയം ശുദ്ധീകരിക്കുവിൻ, കർത്താവിൻ്റെ സന്നിധിയിൽ താഴ്മയുള്ളവരായിരിക്കുവിൻ. 5 കാര്യങ്ങളാണ് പറയുന്നത്. കൃപാവരം ചൊരിയുന്ന ദൈവത്തോട് വിധേയരായിരിക്കുവാനും, ചേർന്ന് നിൽക്കുവാനും, ഹൃദയം ശുദ്ധീകരിക്കുവാനും, കർത്താവിൻ്റെ സന്നിധിയിൽ താഴ്മയുള്ളവരായിരിക്കുവാനും സാധിച്ചാൽ ഈ പ്രഭാതം നന്മ നിറഞ്ഞതായി മാറും. തീർച്ചയായും ഈ പ്രഭാതം നന്മ നിറഞ്ഞതായി തീരാൻ നമുക്ക് ജാഗ്രതയുള്ളവരാകാം. നാം ജാഗ്രതയോടെ ആയിരിക്കുക, ചിന്തിക്കുക, വീണ്ടും ചിന്തിക്കുക, പ്രാർത്ഥിക്കുക. അത് കഴിഞ്ഞിട്ട് നാം പ്രവർത്തനത്തിലേക്ക് വരിക. അപ്പോൾ നമുക്ക് നന്മ ചെയ്യാൻ സാധിക്കും. തിന്മയിലേക്കുള്ള ചായ്വ് എന്തെങ്കിലും നമ്മുടെ ഹൃദയത്തിലുണ്ടെങ്കിൽ അത് ഇന്ന് മാറ്റിവെക്കുക, എന്നിട്ടൊരു നന്മയുടെ പ്രവൃത്തി ചെയ്ത് തുടങ്ങുക. തീർച്ചയായും ദൈവത്തിൻ്റെ അനുഗ്രഹം നമുക്കുണ്ടാകും. അതിനായി ഈ പ്രഭാതം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ദൈവത്തിൻ്റെ എല്ലാ അനുഗ്രഹങ്ങളും ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യാം. നിരന്തരം പ്രാർത്ഥിക്കാൻ മധ്യസ്ഥം യാചിച്ച് പ്രാർത്ഥിക്കാം. പിതാവേ, സ്നേഹാഗ്നിയാൽ ജ്വലിക്കട്ടെ മക്കളാ ഞങ്ങളെല്ലാം. പിതാവുമ്പത്തിനും പരിശുദ്ധാനുഭവമായ സർവേശ്വര, ഞങ്ങളങ്ങേ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു, നന്ദി പറയുന്നു. ഈ ദിവസം മുഴുവനും ജാഗ്രതയുള്ള വ്യക്തികളായിത്തീരാൻ, ജാഗരൂകരായിരിക്കാൻ ഞങ്ങളെ സഹായിക്കണമേ. അതിനായി ഞങ്ങൾ മാധ്യസ്ഥം യാചിച്ച് പ്രാർത്ഥിക്കും. പ്രത്യേകിച്ച് പരിശുദ്ധ അമ്മേ, ഞങ്ങൾക്ക് വേണ്ടി മാധ്യസ്ഥം യാചിച്ച് പ്രാർത്ഥിക്കണമേ.
വിശുദ്ധ ഔസേപ്പ് പിതാവേ, നീ ജാഗരൂകനായിരുന്നു എപ്പോഴും. തൻ്റെ അരുമ മകനെ ഓർത്ത്, പ്രത്യേകിച്ച് വളർത്തച്ഛനായ അങ്ങ് ഉണ്ണീശോയുടെ എല്ലാ കാര്യങ്ങളിലും ജാഗ്രത പാലിച്ചിരുന്നവനാണ്. നിശബ്ദമായി എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുത്തു. വിശുദ്ധ ഔസേപ്പ് പിതാവേ, ഞങ്ങൾക്ക് വേണ്ടിയും നീ മാധ്യസ്ഥം യാചിച്ച് പ്രാർത്ഥിക്കണമേ. ഞങ്ങളുടെ എല്ലാ സ്ലീഹന്മാരെ, അപ്പസ്തോലന്മാരെ, പ്രത്യേകിച്ച് വിശുദ്ധ പത്രോസ്, വിശുദ്ധ പൗലോസ്, വിശുദ്ധ യോഹന്നാനെ, ഞങ്ങളുടെ ഭാരതത്തിൻ്റെ അപ്പസ്തോലനായ മാർത്തോമാശ്ലീഹായെ ഞങ്ങൾക്ക് വേണ്ടി മാധ്യസ്ഥം യാചിച്ച് പ്രാർത്ഥിക്കണമേ. ഞങ്ങളുടെ മുഖ്യ ദൂതന്മാരെ മിഖായേല്, ഗബ്രിയേല്, റഫായേല് ഞങ്ങൾക്ക് വേണ്ടി മാധ്യസ്ഥം യാചിച്ച് പ്രാർത്ഥിക്കണം. ഞങ്ങളുടെ കാവൽ മാലാഹായി ഞങ്ങളുടെ കൂടെ എപ്പോഴും ഉണ്ട് എന്ന് ഞങ്ങൾക്കറിയാം. എങ്കിലും ഞങ്ങൾ തിന്മയിലേക്ക് വീഴാതെ നന്മയിൽ നയിക്കപ്പെടുവാൻ, എപ്പോഴും ജാഗ്രത പാലിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. ഞങ്ങളുടെ കൂടെ നിന്ന്, ഞങ്ങളുടെ മുൻപേ നിന്ന് ഞങ്ങളെ നയിക്കണമേ. കാൽമലഹായെ ഞങ്ങൾക്ക് വേണ്ടി മാധ്യസ്ഥം യാചിച്ച് പ്രാർത്ഥിക്കണം. ഞങ്ങളുടെ പേരിന് കാരണഭൂതനായ വിശുദ്ധരെ, പ്രത്യേകിച്ച് ഞങ്ങൾ ഓരോരുത്തരുടെയും വിശുദ്ധരെ ഞങ്ങൾ ഓർക്കുന്നു. ആ വിശുദ്ധരോട് ഞങ്ങൾ മാധ്യസ്ഥം യാചിച്ച് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളെ അനുഗ്രഹിക്കാനായിട്ട് ഈശോയോട് പ്രാർത്ഥിക്കണമേ. സകല വിശുദ്ധരെ, സകല വന്ദകരെ, സകല പുണ്യവാന്മാരെ, പുണ്യവതികളെ ഞങ്ങൾക്ക് വേണ്ടി കർത്താവിനോട് മാധ്യസ്ഥം യാചിച്ച് പ്രാർത്ഥിക്കണമേ. അതുപോലെ തന്നെ ഞങ്ങളുമായി ബന്ധപ്പെട്ട വ്യക്തികളുടെ നാമഹേതുക വിശുദ്ധരെ ഞങ്ങൾക്ക് വേണ്ടി മാധ്യസ്ഥം യാചിച്ച് പ്രാർത്ഥിക്കണമേ. കർത്താവേ, നിന്റെ കൃപ ഞങ്ങളിലേക്ക് ഒഴുകുവാൻ സകല വിശുദ്ധരെയും വന്ദകരെയും ഞങ്ങളിതാ നിന്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. അവരിലൂടെ ഞങ്ങൾക്ക് കൃപാകടാക്ഷം നൽകണമേ, അനുഗ്രഹിക്കണമേ, ആശീർവദിക്കണമേ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേൻ. അനുപമമാകും അനുതാപകൂദാശ ആനന്ദമായി ആത്മാവിൽ നിറയും പങ്കിലമാകും പാരിൻ പൂവിന് പരിശുദ്ധനേകുന്നു പരിമളം വീണ്ടും. അനുപമമാകും അനുതാപകൂദാശ ആനന്ദമായി ആത്മാവിൽ നിറയും പങ്കിലമാകും പാരിൻ പൂവിന് പരിശുദ്ധനേകുന്നു പരിമളം വീണ്ടും. അനുപമമാകും
നിറമേതും പോയി ഞാൻ നിത്യത തേടി ഇടനെഞ്ചിൽ തേങ്ങലുമായി നിൽക്കേ. നിറമേതും പോയി ഞാൻ നിത്യത തേടി ഇടനെഞ്ചിൽ തേങ്ങലുമായി നിൽക്കേ. നിത്യപുരോഹിത ആശ്വാസതീരമായി തീർന്നിടുമീ കൂദാശയിൽ നീ ചേർക്കണേ നിന്ദയാവായ്പിലെന്നെ. അനുപമമാകും അനുതാപകൂദാശ ആനന്ദമായി ആത്മാവിൽ നിറയും പങ്കിലമാകും പാരിൻ പൂവിന് പരിശുദ്ധനേകുന്നു പരിമളം വീണ്ടും അനുപമമാകും. പകലിൻ നടുവിലും പാതിരായിരുൾ പോൽ പാപങ്ങളും എന്നും വരവും. പകലിൻ നടുവിലും പാതിരായിരുൾ പോൽ പാപങ്ങളും എന്നും വരവും. സോദരരോടും നിന്നോടുമെന്നുമേ ചൊല്ലുന്നൊരു വേള ഇത് വീടണയുന്നൊരു സുഖമാണിത്. അനുപമമാകും അനുതാപകൂദാശ ആനന്ദമായി ആത്മാവിൽ നിറയും പങ്കിലമാകും പാരിൻ പൂവിന് പരിശുദ്ധനേകുന്നു പരിമളം വീണ്ടും അനുപമമാകും അനുതാപകൂദാശ ആനന്ദമായി ആത്മാവിൽ നിറയും പങ്കിലമാകും പാരിൻ പൂവിന് പരിശുദ്ധനേകുന്നു പരിമളം വീണ്ടും അനുപമമാകും. നമുക്ക് കർത്താവിൻ്റെ ആശീർവാദം സ്വീകരിക്കാനായിട്ട് ഒരുങ്ങാം. ആശീർവാദം സ്വീകരിക്കുമ്പോൾ നമുക്കറിയാം ഈ ആശീർവാദം നമുക്ക് ലഭിച്ചിരിക്കുന്നത് സഭയിലൂടെയാണ്. അപ്പസ്തോലന്മാരിൽ നിന്നും ലഭിച്ച കൈവെപ്പ് ശുശ്രൂഷയിലൂടെ കർത്താവിൻ്റെ അനുഗ്രഹം ഇന്നും തുടർന്നുകൊണ്ടിരിക്കുന്ന, പ്രത്യേകിച്ച് പുരോഹിതരിലൂടെ നൽകപ്പെട്ടുകൊണ്ടിരിക്കുന്ന ആ ശ്ലൈഹിക ആശീർവാദം സ്വീകരിക്കാൻ നമുക്ക് നമ്മെ തന്നെ കർത്താവിൻ്റെ കരങ്ങളിലേക്ക് വിട്ടുകൊടുക്കാം. പ്രത്യേകിച്ച് മാർപ്പാപ്പ, കർദിനാൾ സംഘം, അതുപോലെ മെത്രാപ്പൊലിത്തമാരും മെത്രാന്മാരും വൈദികർ, ഇവരുടെ എല്ലാം അനുഗ്രഹ ആശീസ്സുകളോടെ കർത്താവിൻ്റെ മുമ്പിൽ നമുക്ക് ശിരസ് നമിച്ച് ആശീർവാദം സ്വീകരിക്കാം. നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നമ്മെല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. മിശിഹായ സ്നേഹമുള്ള സഹോദരി സഹോദരങ്ങളെ, പ്രഭാത വിരുന്നിൽ നിങ്ങൾ വളരെയധികം അനുഗ്രഹം ലഭിച്ച ദിവസം കൂടിയാണെന്ന്. ഓരോ പ്രഭാതവും ദൈവത്തിൻ്റെ അനുഗ്രഹം നൽകപ്പെടുന്ന സമയമാണ്. അതിനെ സഹായിക്കുന്ന വളരെയധികം പേര് നമ്മോട് ചേർന്നുണ്ട്. പ്രത്യേകിച്ച് ഡിവൈൻ കൂട്ടായ്മയിൽ ഇവിടെ പ്രാർത്ഥിക്കുന്നവർ,
മരിയൻ കൂടാരത്തിലിരുന്ന് നമുക്ക് വേണ്ടി മധ്യസ്ഥം യാചിച്ച് 24 മണിക്കൂറും മധ്യസ്ഥം യാചിച്ച് പ്രാർത്ഥിക്കുന്നവർ, അവരെ നിങ്ങളുടെ പ്രാർത്ഥനയിൽ നിങ്ങൾ ഓർക്കണമേ. നിങ്ങൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. അതുപോലെ തന്നെ അവർ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട് മധ്യസ്ഥം യാചിച്ച്. അതുകൊണ്ട് അവർക്കും നമ്മുടെ പ്രാർത്ഥന ആവശ്യമാണ്. അതുപോലെ തന്നെ നമ്മുടെ ഈ പ്രോഗ്രാമിൽ വളരെയധികം പേര് സഹായിക്കുന്നവരുണ്ട്. ഇതിന് പിന്നിൽ പ്രവർത്തിക്കുന്ന വളരെയധികം പേരുണ്ട്. അവരെയും അവരുടെ കുടുംബാംഗങ്ങളെയും നിങ്ങൾ ഓർക്കുക, അവർക്ക് വേണ്ടിയും പ്രാർത്ഥിക്കുക. പിന്നെ നമുക്കറിയാവുന്ന വളരെയധികം പേര് നമ്മുടെ ചുറ്റുമുണ്ട്. അവരോട് ഈ പ്രഭാത വിരുന്നിലേക്ക് കടന്നു വരാനും അവർക്കറിയാൻ പാടെങ്കിൽ പറഞ്ഞു കൊടുക്കുക. അങ്ങനെ ലോകമെമ്പാടും കർത്താവിൻ്റെ വചനം കേൾക്കാനായിട്ട് ആഗ്രഹിക്കുന്നവരുണ്ട്. മറ്റുള്ളവരെയും കേൾക്കാനായിട്ട് നമ്മൾ സഹായിക്കുക. അതിനായിട്ട് അവർക്ക് പറഞ്ഞു കൊടുക്കുക. ഈ പ്രോഗ്രാം കാണാനായിട്ട് അവരെയും സഹായിക്കുക. ഫോൺ ചെയ്തൊന്ന് വിളിച്ച് പറഞ്ഞാൽ മതി, ഇന്ന സമയത്ത് രാവിലെ ഒരു പ്രോഗ്രാമുണ്ട് നമ്മുടെ ഗുഡ്നസ് ടി വിയിൽ, ഡിവൈൻ ടി വിയിൽ. അപ്പോൾ അതുകൊണ്ട് ആ പ്രോഗ്രാം കാണാനായിട്ട് അവരെയും ക്ഷണിക്കുക. അവർക്ക് ചിലപ്പോൾ ഇഷ്ടപ്പെട്ടില്ലെന്ന് വരും, പക്ഷേ നമ്മൾ പറയണം. അതാണ് സാക്ഷ്യം എന്ന് പറയുന്നത്. നമ്മളവരോട് പറയുക. 2-3 പ്രാവശ്യം പറഞ്ഞു കഴിയുമ്പോൾ അവർക്ക് തോന്നും നല്ലതാണല്ലോ, എന്നാൽ കണ്ടേക്കാം. അങ്ങനെ വിചാരിച്ചെങ്കിലും അവർ കടന്നു വരും തീർച്ചയായും. അപ്പോൾ അവർക്ക് അനുഗ്രഹം ലഭിച്ചു കഴിയുമ്പോൾ അവർ മറ്റുള്ളവരോട് പറയും. അപ്പം ആ രീതിയിൽ ഈ പ്രോഗ്രാം മറ്റുള്ളവരിലേക്ക് കൈമാറാനായിട്ട് സാധിക്കണം. അതിനായി നിങ്ങൾ ഓരോരുത്തരെയും ക്ഷണിക്കുന്നു, നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. എല്ലാവർക്കും പ്രത്യേകം ഈ പ്രഭാതത്തിൽ നന്മ വരട്ടെ എന്ന് ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ദൈവം നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.